കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ സർക്കാരിനെ വിമർശിച്ച ചാണ്ടിയുമ്മൻ എം.എൽ.എ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. 9 വർഷമായി ഭരണത്തിലുള്ള പാർട്ടിയാണ്. ഭരിക്കാൻ കഴിവില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ചാണ്ടിയുമ്മൻ എം.എൽ.എ. പ്രതികരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് ചാണ്ടിയുമ്മൻ എം.എൽ.എ. സംഭവത്തിൽ കളക്ടറുടെ അന്വേഷണമല്ല, പകരം ജുഡീഷ്യൽ അന്വേഷണം വേണം. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടവർ എന്തിനാണ് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തെ ഭയക്കുന്നതെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ചാണ്ടിയുമ്മൻ ചോദിച്ചു. മന്ത്രിമാരാണ് കള്ളം പറഞ്ഞിരിക്കുന്നത്, അതിന് കളക്ടർ അന്വേഷണം മതിയോ? അതിന് ജുഡീഷ്യൽ എൻക്വയറി വേണം. ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കള്ളം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടു. UDFന്റെ കാലത്തെ കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടായിരുന്നു എന്ന വിഷയത്തിലെ CPM പ്രതിരോധത്തെ കടുത്ത ഭാഷയിൽ തള്ളി ചാണ്ടിയുമ്മൻ. 9 വർഷമായി ഭരണത്തിലുള്ള പാർട്ടിയാണ്. കഴിവില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രി ആ കുടുംബത്തെ കാണേണ്ടതായിരുന്നുവെന്നും ചാണ്ടിയുമ്മൻ. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടതായിരുന്നു. ആ കുടുംബത്തെ കാണേണ്ടതായിരുന്നു. ഈ സർക്കാരിന് ജനവിശ്വാസം നഷ്ടപ്പെട്ടു. സർക്കാരിനും ജനത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് മന്ത്രിമാര് ഇന്നലെ പേടിച്ചത്, ആ വീട്ടിലോട്ട് ചെല്ലുവാൻ ഭയന്നത്. രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളത് വസ്തുത. ബിന്ദുവിന്റെ കുടുംബത്തിന് സ്ഥിര ജോലി ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടണം. 1 കോടി രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകണം. ഏറ്റവും കുറഞ്ഞത് 25 ലക്ഷം രൂപയെങ്കിലും നൽകണമെന്നും ചാണ്ടിയുമ്മൻ. മിനിമം 25 ലക്ഷമാണ്. 25 ലക്ഷം എന്ന് പറഞ്ഞെങ്കിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മിനിമം 25 ലക്ഷം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1 കോടിയെങ്കിലും കൊടുക്കേണ്ട സാഹചര്യമാണ്. പക്ഷേ ഞങ്ങൾ അവിടെ മിനിമം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ സ്ഥിതിയും സമാനമാണ്. ഹോസ്റ്റലിന്റെ ദുരവസ്ഥ ജനങ്ങൾ കാണണം. 1 വർഷം മുൻപ് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടോയ്ലറ്റ് കെട്ടിടം പൊളിഞ്ഞു വീണു. പേടിയോടെയാണ് ഹോസ്റ്റലിൽ കഴിയുന്നതെന്ന് വിദ്യാർത്ഥികൾ തന്നോട് പറഞ്ഞതായും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ചാണ്ടിയുമ്മൻ. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ, എന്നെ മെൻസ് ഹോസ്റ്റലിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം കംപ്ലൈന്റ് കണ്ട. അവിടെ ഇവിടുത്തെ ഈ അപകടം നടന്ന സ്ഥലത്ത് മെൻസ് ഹോസ്റ്റൽ 68 വർഷം ചെന്ന അതിനെ പെയിന്റ് അടിച്ച് നിലനിർത്തിയിരിക്കുക. പെയിന്റ് അടിച്ച്, അങ്ങനെ പെയിന്റ് അടിച്ച് മാത്രം നിലനിർത്തുന്ന സംവിധാനമാണോ നമ്മുടെ ഹോസ്റ്റലുകൾ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.